ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറിയാക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല രീതിക്ക് കുതിർന്ന് കിട്ടും. അപ്പം പെട്ടെന്ന് തന്നെ വേവും ചെയ്യും. അപ്പം ഞാൻ നന്നായിട്ട് കടല കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു തക്കാളിയും ഒരു ഉള്ളിയും പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളവും കൂടി കുറച്ച് പാകത്തിന് ചേർത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5-6 വിസിലടിക്കേണ്ടതുണ്ട്, എന്നാലേ കടല നന്നായിട്ട് വേവുള്ളൂ. അപ്പം അതേസമയം ഞാനത് വേവുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളവും വെച്ച് നന്നായിട്ട് ഒരു മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പം നല്ല രീതിക്ക് തന്നെ അത് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കടല ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം വെള്ളം വെച്ച് അധികം നീട്ടിയാൽ കറീൻ്റെ ടേസ്റ്റ് കുറയും. അപ്പം നല്ല കുറുക്കത്തിൽ തന്നെ ഈ കറി വെക്കേണ്ടതുണ്ട്. അപ്പം ഗ്രീൻ പീസ് കറി എത്രയും കുറുക്കത്തിലാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിക്ക് തിളപ്പിക്കേണ്ടതില്ല, അരച്ചത് ചേർത്താൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഞാൻ ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്ന ഒരു ഇലയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും. എന്നിട്ട് അതിലേക്ക് ഞാൻ കടുക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് താളിച്ചതിന് ശേഷം ഒരു ബ്രൗൺ നിറത്തിൽ ഉള്ളി ആയാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ പട്ടാണിക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.